ഞങ്ങൾ 3 മക്കളാണ്. ഞാൻ രണ്ടാമത്തെയാണ്. പെൺകുട്ടി ആയതുകൊണ്ട് തന്നെ എല്ലാവരും പറയും മാരേജ് കാര്യങ്ങളൊക്കെ ചോദിക്കും. അത് എനിക്ക് പക്ഷേ എനിക്കൊരാഗ്രഹം ഉണ്ടായിരുന്നു, എനിക്ക് ജോലി വേണം, ജോലി കിട്ടിയിട്ടേ മാരേജ് അത് നോക്കുകയുള്ളൂ. പിന്നെ അച്ഛൻ ഫുൾ സപ്പോർട്ടാണ്. പിന്നെ എന്തായാലും പഠിക്കണം. പിന്നെ എനിക്ക് പഠിക്കാൻ മടിയുണ്ട്, പക്ഷേ ഒന്നിക്ക് ഇറങ്ങി തിരിച്ചാൽ അത് മേടിക്കണം എന്നുള്ളൊരാഗ്രഹം. 21 വയസ്സിൽ നമ്മളെല്ലാം ഡിഗ്രി കഴിയും. ഡിഗ്രി കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലർ പ്രൊഫഷണൽ കോഴ്സ് എടുക്കുന്നവരുണ്ടാവും, അല്ലാതെ PSCക്ക് വരുന്നവരുണ്ടാവും. എന്തായാലും ഒരു സ്വപ്നം വേണം. സ്വപ്നം ഉണ്ടെങ്കിൽ നമ്മൾ രക്ഷപ്പെടും. ഉറപ്പായിട്ട് ആദ്യം വേണ്ടത് നമുക്കൊരു സ്വപ്നം. അത് മറ്റുള്ളവർ പറഞ്ഞിട്ടൊന്നും ആകണം, നമ്മുടെ ഉള്ളിൽ തോന്നണം. നമുക്ക് നേടണം, നമ്മുടെ ഉള്ളിൽ തോന്നണം. ഒരു ലോഡ് കോൺഫിഡൻസ് ഉള്ള ഒരു വ്യക്തിയെ ചൂണ്ടിക്കാണിക്കാൻ പറഞ്ഞാൽ ഞാൻ മഞ്ജുവിനെ ചൂണ്ടിക്കാണിക്കും. കാര്യം ഇതിപ്പോൾ നിലവിൽ 2ാമത്തെ പ്രാവശ്യമാണ് ഇങ്ങോട്ട് വരുന്നത് അല്ലേ മോളെ? അതെ. അപ്പോൾ നമ്മുടെ ജൂനിയർ കോപ്പറേറ്റീവ് ഇൻസ്പെക്ടർ സക്സസ് സ്റ്റോറി സീരീസ് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ റാങ്ക് എത്രയാണ്? 41 റാങ്ക് ഹോൾഡറാണ് മഞ്ജു. അപ്പോൾ ഇതിനു മുന്നേ നമ്മൾ വന്നത് കേരള ബാങ്കിൻ്റെ ആ ഒരു സ്റ്റോറി സമയത്തായിരുന്നു. മഞ്ജുവിൻ്റെ ആ ഒരു എന്താ പറയുക എക്സ്പീരിയൻസ് എന്ന് പറയുമ്പോൾ ഒരുപാട് ഉദ്യോഗാർത്ഥികൾക്കും ഉദ്യോഗാർത്ഥികളുടെ മാതാപിതാക്കൾക്കും പ്രചോദനമാകാൻ പറ്റുന്നൊരു സ്റ്റോറിയാണ് മഞ്ജുവിൻ്റെ സ്റ്റോറി. അതും കൂടെ കൊണ്ടാണ് ഉറപ്പായിട്ടും 2ാമതൊന്നും കൂടെ ഞങ്ങൾ വന്നത്. അപ്പോൾ തൊട്ടടുത്ത അഡ്വൈസിൽ തന്നെ മഞ്ജു കോപ്പറേറ്റീവ് ഇൻസ്പെക്ടർ ആകാൻ പോവുകയാണ്. എത്രാമത്തെ വയസ്സിലാണ് മഞ്ജു? 23ാമത്തെ വയസ്സിൽ മഞ്ജു ജൂനിയർ കോപ്പറേറ്റീവ് ഇൻസ്പെക്ടർ ആകാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ അതൊരു വലിയ അച്ചീവ്മെൻ്റാണ് മോളെ. കാര്യം ഇത്തരത്തിലുള്ള സൂപ്പർവൈസറി കേഡറിലേക്ക് നമ്മൾ ഏറ്റവും ഏർലി ഏജിലേക്ക് എത്തുക എന്ന് പറയുമ്പോഴത്തേക്കും വലിയ അച്ചീവ്മെൻ്റാണ്. അപ്പോൾ സപ്പോർട്ട് ആരാണ് നിൻ്റെ ശരിക്കുള്ള സപ്പോർട്ട്? ആരൊക്കെയാണ്? മെയിനായിട്ട് ഫാമിലി, അച്ഛൻ, അമ്മ. പിന്നെ എനിക്കൊരു വിശ്വാസമുണ്ട്, എനിക്ക് എന്തായാലും ജോലി കിട്ടണം, ഒരു സർക്കാർ ജോലി. എന്നോട് ആരും സർക്കാർ ജോലി മേടിക്കുക എന്നൊന്നും പറഞ്ഞിട്ടില്ല. പക്ഷേ എനിക്കുള്ളിലൊരു ആഗ്രഹം. നമുക്ക് എൻ്റെ വീട്ടിലൊക്കെ കുറേ പേര് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് ഗവൺമെൻറ് ജോലി PSC ഒന്നും നടക്കത്തില്ല, അതൊക്കെ കുറച്ച് 5 വർഷമായിട്ടിരിക്കണോ 6 വർഷമായിട്ടിരിക്കണോ. അപ്പം ഞാനെന്നാൽ നോക്കാം. ഞാൻ മെയിനായിട്ട് കോപ്പറേറ്റീവ് ബാങ്കിനാണ് നിന്നത്. അപ്പോൾ കോപ്പറേറ്റീവ് ബാങ്ക് എക്സാമാണ് എഴുതിയത്, CSEB. അത് കഴിഞ്ഞിട്ട് 1 വർഷം ഞാൻ നിന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ JCI വിളിച്ചപ്പോൾ എന്താണ് ഏതാണെന്ന് അറിയില്ല, പക്ഷേ എൻ്റെ BCom കോപ്പറേഷന് പറ്റിയ ഒരു ഇതാണെന്ന് മനസ്സിലായി. അതാണ് ക്വാളിഫിക്കേഷൻ മനസ്സിലായി. അപ്പോൾ ഒന്ന് അന്വേഷിക്കാമെന്ന് പറഞ്ഞ് ഏതാ നല്ല ഇൻസ്റ്റിറ്റ്യൂഷൻ എന്നൊക്കെ അന്വേഷിച്ച് ഞങ്ങൾക്ക് സഹകാരി ഞങ്ങൾ തന്നെ തീരുമാനിച്ചു. ഞാൻ ഫ്രണ്ട് പറഞ്ഞു പ്രിയദർശിനി. അപ്പോൾ സഹകാരി ഓക്കെ ആയി ഞങ്ങൾ തോന്നി. വെബിനാർ അറ്റൻഡ് ചെയ്തു. പിന്നെ വെബിനാർ അറ്റൻഡ് ചെയ്തപ്പോൾ പിന്നെ തീരുമാനമൊന്നും മാറ്റിയില്ല, നേരെ വന്ന് ജോയിൻ ചെയ്തു. കറക്റ്റ് അതിനു വേണ്ടി തന്നെ ആ ഒരു JCIക്ക് വേണ്ടി ആ സ്വപ്നത്തിന് വേണ്ടി തന്നെ ഇരുന്ന് പഠിച്ചു ലിസ്റ്റിൽ വരാൻ സാധിച്ചു. അപ്പോൾ നമുക്കിപ്പം നിലവിൽ ഇപ്പോൾ 23 വയസ്സേ ആയെങ്കിൽ കൂടിയും നമുക്ക് ഒരുപാട് ചോദ്യങ്ങൾ ഇപ്പോൾ എല്ലാ കുട്ടികളും നേരിടുന്ന, കല്യാണമൊന്നും കഴിഞ്ഞിട്ടില്ല, ഒരുപാട് ചോദ്യങ്ങൾ നമ്മൾ നിരന്തരം നേരിടാറുണ്ട്. അതൊക്കെ എങ്ങനെയാണ് നീ നിൻ്റെ ലൈഫിൽ അങ്ങനെ ക്വസ്റ്റ്യൻസ് ഉണ്ടോ? എങ്ങനെയാണ് അത് അഭിമുഖീകരിച്ചത്? എനിക്കും വന്നിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ 3 മക്കളാണ്. ഞാൻ രണ്ടാമത്തെയാണ്. പെൺകുട്ടി ആയതുകൊണ്ട് തന്നെ എല്ലാവരും പറയും മാരേജ് കാര്യങ്ങളൊക്കെ ചോദിക്കും. അത് എനിക്ക് പക്ഷേ എനിക്കൊരാഗ്രഹം ഉണ്ടായിരുന്നു, എനിക്ക് ജോലി വേണം, ജോലി കിട്ടിയിട്ടേ മാരേജ് അത് നോക്കുകയുള്ളൂ. പിന്നെ അച്ഛൻ ഫുൾ സപ്പോർട്ടാണ്. അപ്പോൾ അച്ഛൻ്റെ സപ്പോർട്ട്, അച്ഛൻ എന്താണെങ്കിലും പഠിച്ചോ, കാര്യമില്ല, നിനക്ക് പഠിക്കും. പക്ഷേ അച്ഛൻ ജോലി മേടിക്കണം എന്നല്ല, നീ പഠിക്ക്, മാക്സിമം നിനക്ക് ആകുന്ന പോലെ പഠിക്ക്. അച്ഛൻ അങ്ങനെ സർക്കാർ ജോലി അതൊന്നുമില്ല. അച്ഛൻ പറയും സ്റ്റിച്ചിങ് ആണെങ്കിൽ സ്റ്റിച്ചിങ്ങിന് വെക്കും, അങ്ങനെയാണ് ആളുടെ കാര്യം. അപ്പോൾ പക്ഷേ എൻ്റെ ആഗ്രഹമാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ പഠിക്കായിരുന്നു. അങ്ങനെ ജോയിൻ ചെയ്തു. കറക്റ്റായിട്ട് ഇന്ന് പഠിച്ചു, ലിസ്റ്റിൽ വരാൻ സാധിച്ചു. അപ്പോൾ ഞാൻ അച്ഛനോട് പറഞ്ഞപ്പോൾ അച്ഛൻ പറഞ്ഞു നല്ല സന്തോഷം, ആൾക്ക് ജോലി കിട്ടുമോ. ഓൾമോസ്റ്റ് എല്ലാവരും ലിസ്റ്റിൽ വന്നു വെച്ചാൽ ജോലി കിട്ടുമെന്നല്ലേ ചോദിക്കുക. അച്ഛൻ ചോദിച്ചത് ലിസ്റ്റിൽ വന്നോ, നിനക്ക് അതുവരെങ്കിലും എത്താൻ സാധിച്ചില്ലേ, അതന്നെ വലിയ സന്തോഷം എന്നാണ് പറഞ്ഞത് ആൾ. അപ്പോൾ ആളുടെ സപ്പോർട്ട്, അമ്മൻ്റെ സപ്പോർട്ട്, നമ്മുടെ ഫാമിലിയുടെ സപ്പോർട്ടാണ് മെയിനായിട്ടുള്ളത്. അപ്പോൾ അത്തരത്തിലുള്ളൊരു ഫാമിലി ഉണ്ടാവുക തന്നെ ഏറ്റവും വലിയ. പിന്നെ ഫാമിലി മാത്രമല്ല, സഹകാരിക്ക് വരാൻ പറ്റിയത് തന്നെ വലിയ കാര്യമാണ്. ഞാൻ ഓൺലൈൻ ബാച്ചായിട്ട് കൂടി നമുക്കൊരു ഓഫ്ലൈൻ്റെ അതേപോലെയാണ്. നമുക്ക് എല്ലാം കൊണ്ടും എനിക്ക് ബോറടിക്കാതെ ഇരുന്നിട്ടാണ് ഞാൻ പഠിച്ചത്. എനിക്കൊന്നും ആദ്യമൊക്കെ ഉണ്ടായിരുന്നു, അത് സത്യമാണ്. കാരണം വീഡിയോ കാണുമ്പോൾ 1.5 മണിക്കൂർ എന്ന് പറയുമ്പോൾ അയ്യോ ഇതൊക്കെ എങ്ങനെ കണ്ടു തീർക്കുന്നതായിരുന്നു. പക്ഷേ ആദ്യമൊക്കെ ബുദ്ധിമുട്ടായിരുന്നു. പക്ഷേ ഞാനൊന്നും പ്രിൻ്റ് എടുക്കില്ല, എല്ലാം നോട്ട് എഴുതി വയ്ക്കും. എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ എല്ലാ രീതിയിലും ഞാൻ നോട്ട് കറക്റ്റായി എഴുതി വയ്ക്കും. പക്ഷേ ആദ്യമൊക്കെ ഇതൊക്കെ എന്തോ വലിയ നോട്ട് പറഞ്ഞു. പക്ഷെ നമ്മൾ എഴുതി വെച്ച നോട്ടിനെ നമ്മൾ വീണ്ടും വായിച്ച് നോക്കുമ്പോൾ നമുക്ക് കുറച്ചുകൂടി എളുപ്പമായി തോന്നും. പിന്നെ വീണ്ടും വായിക്കുമ്പോൾ ഇതൊക്കെ ഇത്ര സിമ്പിളാണോ തോന്നും. അങ്ങനെ ലാസ്റ്റ് ഘട്ടമൊക്കെ ഞാൻ ആ സിലബസ് ഒക്കെ ഒരു 7 days വരെ കൊണ്ട് തീർക്കാൻ പറ്റുന്ന രീതിയിലായി. കാരണം അത്രയും റിവിഷൻ ചെയ്ത് ഓക്കെ ആയി. നമുക്ക് അത്രയും വലിയൊരു സിലബസ് ആണെങ്കിൽ കൂടിയും നമ്മൾ വ്യക്തമായിട്ടുള്ള പ്ലാനിങ്ങോട് കൂടി റെപ്പിറ്റേഷനിലൂടെ നമുക്കത് നമ്മുടെ കയ്യിലിരിക്കും അല്ലേ. അപ്പോൾ എനിക്ക് ഇപ്പം ഞാൻ വന്നപ്പോഴത്തേക്കും മഞ്ജു പറഞ്ഞത് ഒന്നും കൂടെ പിടിച്ചെങ്കിൽ 1 റാങ്ക് അടിക്കുക എന്നുള്ളതാണ് അല്ലേ. എത്ര മൈനസ് അടിച്ചു? അത് ചോദിക്കാതിരിക്കുന്നത് നല്ലത്.
19 ക്വസ്റ്റ്യനോളം തെറ്റിച്ചിട്ടുണ്ട്. ഓക്കെ, മിടുക്കി. എന്നിട്ടാണ് 40 റാങ്ക് ഞാൻ എനിക്ക് അറിയില്ല, എനിക്ക് ഇതിന്റെ ഒരു പഠിച്ചിട്ട് എഴുതണ ആദ്യത്തെ PSC എക്സാം മുന്നേ പോയിട്ടുണ്ട്, 2-3 എക്സാം അറ്റൻഡ് ചെയ്ത്, അത് വെറുതെ പോയതാണ്. ഇത് പഠിച്ചിട്ട് ആദ്യമായിട്ട് ഒരു എക്സാമിന് എഴുതാൻ പോകും. പക്ഷെ എനിക്ക് നെഗറ്റീവ് മാർക്കിനെ കുറിച്ച് വലിയ ധാരണയില്ല, ഒന്നും അറിയത്തില്ല. ഇവിടെ നമ്മൾ അറ്റൻഡ് ചെയ്യുന്ന എക്സാമിൽ നമുക്ക് നെഗറ്റീവ് മാർക്ക് അധികം കിട്ടാറില്ല. അപ്പം ഞാൻ എന്താ ഫുൾ ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യും. അവിടെ പോയപ്പോഴും ഞാനൊരു 85 ക്വസ്റ്റ്യൻസ് ഒക്കെ അറ്റൻഡ് ചെയ്തു. ഞാൻ വെളിയിൽ ഇറങ്ങുമ്പോൾ ഞാൻ ചോദിച്ചു, എല്ലാവരും 70-60 പറഞ്ഞു, ഞാൻ 85. ഞാൻ അപ്പോൾ തന്നെ രാജസ്ഥാനെ വിളിച്ചു, 85 ക്വസ്റ്റ്യൻ, ഒന്നും പഠിക്കണ്ട, റിസ്ക് എടുക്കണം പറഞ്ഞു. അപ്പോൾ ഓക്കെ നോക്കാന്ന് പറഞ്ഞു. ഞാനും രാജേഷ് സാറൊക്കെ നമ്മളെ ലൈഫിൽ റിസ്ക് എടുത്തിട്ടാണ് നമുക്ക് ജോലി കിട്ടിയിട്ടുള്ളത്. അത് റിസ്ക് എടുത്തുകൊണ്ട് ഞാൻ ഒരു കാര്യം പറയാം. അപ്പം മഞ്ജു വിചാരിക്കും 17 എണ്ണം തെറ്റിപ്പോയതുമായി ബന്ധപ്പെടുത്തി നമുക്കൊരു 16-5 മാർക്ക് പോയെന്ന് വിചാരിക്കും. പക്ഷേ അത് ആ റിസ്ക് എടുത്തതുകൊണ്ട് നമുക്ക് കിട്ടിയ 4-5 മാർക്ക് ഉണ്ടായിരിക്കാം. ശരിയാണ്, ഫൈനൽ കീ വന്നതും കുറേ ക്വസ്റ്റ്യൻസ് ക്യാൻസലായി. പക്ഷെ നമുക്ക് അല്ലാണ്ട് കിട്ടിയത് ഉണ്ടാവൂടാ. അപ്പോൾ നമ്മൾ ആ റിസ്ക് എടുക്കുന്നതിന്റെ നെറ്റ് എഫക്റ്റ് മൈനസിൽ മാത്രം നമ്മൾ കാണരുത് കേട്ടോ. അതിന് ഒരു ചെറിയ പ്ലസ്സുകളുണ്ടായിരിക്കും, എല്ലാവരും നെഗറ്റീവ് മാത്രമേ കാണുള്ളൂ. സാറിന്റെ ടെക്നിക്ക് അങ്ങനെ എലിമിനേഷൻ അതൊക്കെ ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്. കാരണം അന്ന് എനിക്ക് പേടിയില്ല, എക്സാം എഴുതുമ്പോൾ കയറുമ്പോൾ പേടിയുണ്ടായിരുന്നു. പക്ഷെ ഫുള്ള് എഴുതുമ്പോൾ പോലും നമ്മൾ ഈ സഹകാരിന്റെ എക്സാം എഴുതില്ലേ, OMR എഴുതും, ആ കോൺഫിഡൻസിലാണ് ഞാൻ എഴുതുന്നത്. ഇത് 2 എലിമിനേറ്റ് ചെയ്ത് അങ്ങനെയൊക്കെ കുത്തി. പക്ഷെ അത് ഓൾമോസ്റ്റ് കുറച്ചൊക്കെ ശരിയായിട്ടുണ്ട്. നെറ്റ് എഫക്ട് സാറ് പറഞ്ഞ പോലെ പോസിറ്റീവ് ആയിട്ടുണ്ട്. നെറ്റ് എഫക്റ്റിൽ വിശ്വസിക്കുക എന്നുള്ളതാണ്. അപ്പോൾ കോൺഫിഡൻ്റ്, എക്സാം ഹാളിൽ കോൺഫിഡൻ്റ് ആയിരുന്നു. ഓക്കെ, മിടുക്കി. എക്സാം ഹാളിൽ മാത്രമല്ല, മഞ്ജു ജീവിതത്തിൽ മൊത്തം കോൺഫിഡൻ്റ് ആണ്. അവിടെ പോയിട്ട് ഇറങ്ങുമ്പോൾ എനിക്ക് വലിയ ടഫായി തോന്നിയില്ല. അപ്പം ഞാൻ സഹകാരി പഠിച്ചുകൊണ്ടാണ് എല്ലാവരോടും, സഹകാരിയാണ് എല്ലാവരോടും. അപ്പം നീ എവിടെ പഠിച്ച്, ഞാൻ എല്ലാവരും ഒരുമാതിരി മുഖത്ത് ടെൻഷനൊക്കെ. എനിക്ക് അപ്പോൾ ടെൻഷനൊന്നുമില്ല, എനിക്ക് കുറേ എഴുതാൻ പറ്റി. പിന്നെ ഞാൻ കോൾ ചെയ്യുമ്പോഴാണ് അവൾ, നീ എന്താ 85 ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്ത്, നീ എന്താ എഴുതുന്നത്? അപ്പം പിന്നെയാണ് എനിക്ക് ഇവിടെ എത്തുമ്പോഴാണ് ടെൻഷൻ വരുന്നത്. പിന്നെ പ്രൊഫഷണൽ കീ വന്നപ്പോൾ വലിയ കുഴപ്പമില്ല. ഫൈനൽ കീ വന്നപ്പോൾ എനിക്കറിയില്ല ഇത്രയും മാർക്ക്, എത്രയോ 72 ഇങ്ങനെ പോയപ്പോൾ ഭയങ്കര ഇതായി. അപ്പോൾ ഞാൻ വിചാരിച്ചു ഓൾമോസ്റ്റ് എല്ലാവർക്കും ഉണ്ടാകും. ഇതൊക്കെ ഒരുപാട് ഞാൻ 100-ന് താഴത്തേക്ക് പോകുന്നതാണ് വിചാരിച്ചത്. പക്ഷെ ആഗ്രഹം എന്താണ്, 50-നകത്ത് വരണം എന്നൊക്കെ ഉള്ളിനുള്ളിൽ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. ആരോടും പറഞ്ഞിട്ടില്ല, പക്ഷെ നമ്മുടെ മൈൻഡിൽ ഉണ്ടാവുമല്ലോ. ഇനി ചിന്തിക്കുമ്പോൾ 10-നകത്ത് വരണം എന്ന് ചിന്തിക്കണം. അപ്പോൾ ഞാൻ മഞ്ജുവിൻ്റെ ഫോണിൽ സംസാരിക്കുമ്പോഴേ പലപ്പോഴും ഞാൻ ചോദിക്കണം ആഗ്രഹിക്കുന്ന ഒരു ചോദ്യമാണ്, അപ്പോൾ മഞ്ജുവിന് ഈ ഒരു ലെവൽ ഓഫ് കോൺഫിഡൻസ് കിട്ടിയത് എവിടെ നിന്നാണ്? അതെനിക്കറിയില്ല, എൻ്റെ അച്ഛൻ്റെ ആയിരിക്കും. നമ്മുടെ ജീവിതാനുഭവങ്ങൾ. കാരണം ഞാൻ പഠിക്കുന്ന സമയത്ത് എൻ്റെ ഏജിലുള്ള ആൾക്കാരോടെല്ലാം ഞാൻ പഠിച്ചത്. മെയിനായിട്ട് ഈ 30+ ചേച്ചിമാരും അവരൊക്കെ ആയിരുന്നു. അവരുടെയൊക്കെ അനുഭവം പറയുമ്പോൾ ഞാൻ വിചാരിച്ചു കല്യാണം കഴിക്കണ മുമ്പ് ജോലി പഠിക്കണം. അതൊന്നും ഉണ്ടായിരുന്നു. പിന്നെ എന്തായാലും പഠിക്കണം. പിന്നെ എനിക്ക് പഠിക്കാൻ മടിയുണ്ട്, പക്ഷേ ഒന്നിക്ക് ഇറങ്ങി തിരിച്ചാൽ അത് മേടിക്കണം എന്നുള്ളൊരാഗ്രഹം. അത് നെഗറ്റീവ്, കൂടുതൽ എനിക്ക് നെഗറ്റീവാണ്, മീൻസ് ഉണ്ടായിട്ടുണ്ട്. ഇതിലൊന്നും പോകണ്ട, വല്ല പ്രൈവറ്റ് ജോലിക്ക് പൊക്കൂടെ. പിന്നെ എനിക്ക് ICICI ബാങ്ക് വരെ അങ്ങനെ മനോട്ടൻ ആയിട്ട് ഓക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പം ഞാൻ ഒക്കെ വേണ്ടാന്ന് വെച്ചു, എല്ലാം വേണ്ടാന്ന് വെച്ചു. കാരണം എനിക്കിത് കിട്ടണം എന്നുള്ള മൈൻഡ് സെറ്റോടുകൂടി തന്നെ ഞാൻ പഠിച്ചത്. നമ്മൾ ആഗ്രഹിച്ചത് ലിസ്റ്റ് വരുന്നു, നമ്മുടെ ലിസ്റ്റിൽ നമ്മുടെ പേര് കാണണം, അതൊക്കെ സ്വപ്നം കണ്ടിട്ടുണ്ട്. നീല ടാഗ് വരെ ഞാൻ സ്വപ്നം കണ്ടിട്ടുണ്ട്. ഓക്കെ, അത് വിഷ്വലൈസേഷൻ്റെ പവറും കൂടെയാണ് അത്, അല്ലേ? അപ്പോൾ നമ്മുടെ മനസ്സിന് മനസ്സെന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് 2-3 തലങ്ങളുണ്ട് മനസ്സിന്. അപ്പോൾ സബ് കോൺഷ്യസ് ലെവലിൽ നമ്മുടെ ഈ വിശ്വാസം കൊണ്ടുപോകാൻ വേണ്ടി നമ്മൾ വിഷ്വലൈസ് ചെയ്യുക എന്ന് പറയാറുണ്ട്. ഗവൺമെൻറ് ടാഗ്, അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് സ്വപ്നം കാണുക, അല്ലേ? നമ്മൾ ആലോചിക്കുക, നമ്മൾ JC ആയിട്ട് വരുന്നതിനെക്കുറിച്ച് ആലോചിക്കുക. അപ്പോൾ അത്തരത്തിൽ വളരെ പവർഫുള്ളായിട്ടുള്ള ഓഫീസറായിട്ട് മാറട്ടെ എന്ന് ആശംസിക്കുകയാണ് അവളെ. അപ്പോൾ നമുക്കിപ്പോൾ ഈ ഒരു വിദ്യാഭ്യാസം എല്ലാം കഴിഞ്ഞിട്ട് നിൽക്കുന്ന ഉദ്യോഗാർത്ഥികൾ, ഇപ്പോൾ നിങ്ങൾ 2K കിഡ്സ് ആണല്ലോ. അപ്പോൾ ഇതിനകത്ത് കുറച്ച് കഴിഞ്ഞൊക്കെ സെറ്റിൽ ഡൗൺ ആകാമെന്ന് വിചാരിക്കുന്ന ആൾക്കാരുണ്ട്. പെൺകുട്ടിക്ക് ചിലപ്പോൾ സമയം കിട്ടും, പിന്നെ ഇപ്പോൾ കുട്ടിക്ക് കുറച്ചധികം സമയം കിട്ടുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. വാട്ടവർ അറ്റ് എൻ ഏർലി ഏജ് നമ്മൾ സെറ്റിൽ ഡൗൺ ആകുന്നതിനെക്കുറിച്ചും, അതുപോലെ നമ്മൾ ആ ഒരു ഏർലി ഏജിൽ നമ്മുടെ ലക്ഷ്യത്തിലേക്ക് എത്തുന്നതിന് വേണ്ടിയിട്ടുള്ള നമ്മുടെ ഉദ്യോഗാർത്ഥികൾ കൊടുക്കുന്ന അഡ്വൈസ് എന്താ? അപ്പോൾ ഏർലി ഏജ് പറഞ്ഞു വെച്ചാൽ എന്തായാലും 21 വയസ്സിൽ നമ്മളെല്ലാം ഡിഗ്രി കഴിയും. ഡിഗ്രി കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലർ പ്രൊഫഷണൽ കോഴ്സ് എടുക്കുന്നവരുണ്ടാവും, അല്ലാതെ PSCക്ക് വരുന്നവരുണ്ടാവും. എന്തായാലും ഒരു സ്വപ്നം വേണം. സ്വപ്നം ഉണ്ടെങ്കിൽ നമ്മൾ രക്ഷപ്പെടും. ഉറപ്പായിട്ട് ആദ്യം വേണ്ടത് നമുക്കൊരു സ്വപ്നം. അത് മറ്റുള്ളവർ പറഞ്ഞിട്ടൊന്നും ആകണം, നമ്മുടെ ഉള്ളിൽ തോന്നണം. നമുക്ക് നേടണം, നമ്മുടെ ഉള്ളിൽ തോന്നണം. ആ ഒരു സ്വപ്നം ഉണ്ടെങ്കിൽ നമ്മൾ അതിനുവേണ്ടി ഹാർഡ് വർക്ക് ചെയ്യും. നമ്മൾ എത്ര റിസ്ക് എടുത്തിട്ടാണെങ്കിൽ നമ്മൾ അതിനുവേണ്ടി ഇരിക്കും. നമുക്ക് എക്സ്ക്യൂസ് ഒഴിവാക്കും നമ്മൾ. അതാണ് ആദ്യം വേണ്ടത്. എന്തായാലും പരിശ്രമിച്ചാൽ വിജയിക്കും. ലിസ്റ്റിൽ വരാനെങ്കിലും സാധിക്കും. ഉറപ്പായിട്ടും സാധിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്. എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും വിജയാശംസകൾ. താങ്ക് യു.